പറഞ്ഞതല്ലോ ഓർമ്മയുണ്ടല്ലോ. അതൊന്നും വെറുതെ ഒരു മൂഡിലങ്ങ് പറഞ്ഞതല്ല, അറിയാമല്ലോ. ഞാനിപ്പോ വരാട്ടോ, എങ്ങും പോണില്ല. മാഷെ, അതിനിപ്പോ ചാടിക്കേറി അങ്ങനെ തീരുമാനം എടുക്കണ്ടെന്നേ ഞാൻ പറയുന്നുള്ളൂ. കുറെ ദിവസത്തേക്ക് മാഷ് മാത്രമേ അവളെ കാണുന്നുള്ളൂ. കുറെ ദിവസത്തേക്കല്ല തങ്ങളെ, ഇനിയെന്നും. ആദ്യമായിട്ട് ഒരു പെണ്ണോട് ഇഷ്ടം തോന്നി, അതങ്ങനെ ആ വഴിക്ക് പോയി. ആദ്യമായിട്ട് ഒരു പെണ്ണുമായിട്ട് ബന്ധപ്പെട്ടു, അവളും പോയാൽ ഞാൻ പിന്നെ ഐ വിൽ റൂയിൻ മൈസെൽഫ്. നിങ്ങൾക്കൊക്കെ അറിയുന്നതിനേക്കാൾ എനിക്കറിയാം എന്നെ. തങ്ങളെ ഞാൻ തങ്ങളായിട്ടല്ല കാണുന്നത്, എന്റെ ഒരു ചേട്ടനെ പോലെ. തങ്ങളിതിൽ ബിസിനസ് വിചാരിക്കരുത്. എന്ത് നഷ്ടം ഉണ്ടായാലും അത് ഞാൻ നികത്താം. ആ കുട്ടി മണ്ണാറത്തുടയിലേക്ക് വരും. തങ്ങളായിട്ട് അതാ മറ്റേ സ്ത്രീയായി സംസാരിച്ചിട്ട് എന്താ വേണ്ടച്ചാ ചെയ്തു തരണം. ഒരേട്ടന്റെ സ്ഥാനത്ത് നിന്നിട്ട് തങ്ങൾ അവളുടെ കൈ പിടിച്ച് എന്റെ കൈ വെച്ച് തരണം. എന്താ എന്റെപ്പാ? ഹോട്ടലിൽ നിന്ന് ഒരു ചെക്കൻ വന്ന് പറഞ്ഞു ഉടനെ അങ്ങോട്ട് ചെല്ലണമെന്ന്. റെയ്ഡാണോ? റെയ്ഡല്ല, വേറെ എന്തോ കുഴപ്പം. ആ സ്ത്രീ അവിടെ എന്തോ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. നീ ടാക്സിലല്ലേ വന്നത്? ആ. മാഷ് വരണമെന്നില്ല? ഇല്ല, ഞാൻ കൂടെ വരാം. അയ്യോ, എന്റെ കുഞ്ഞു പോയി. എന്നോടൊരു വാക്ക് പോലും പറയാതെ പോയി കളഞ്ഞ്. നിങ്ങൾ കിടന്ന് ഒച്ച വയ്ക്കാതെ പെണ്ണും പിള്ളേ. അയ്യോ, എന്റെ കുഞ്ഞ് എവിടെ പോയെന്നാ നിങ്ങൾ ഈ പറയുന്നത്? ആർക്കറിയാം. ഞാൻ വന്ന് നോക്കുമ്പോ അവൾ ഇവിടെ ഇല്ല. ഇങ്ങനെ പറയുന്ന സ്വല്പം മുമ്പേ എങ്ങോട്ട് ഇറങ്ങിപ്പോയെന്ന്. ഞാൻ എന്റെ മോളെ ഇന്നലെ കണ്ടതാണേ, പിന്നെ കണ്ടിട്ടില്ലേ. നിങ്ങൾ എന്റെ കുഞ്ഞിനെ കൊണ്ട് തരേണ്ടത്. നിങ്ങൾ എന്നാണ് എന്റെ പെണ്ണിനെ ഏൽപ്പിച്ചത്. ഒച്ച വയ്ക്കരുത്. ഞാൻ ഒച്ച വയ്ക്കും. പോലീസ് വരട്ടെ. എനിക്കറിയണം എന്റെ കുഞ്ഞിനെ എങ്ങോട്ട് മാറ്റിയെന്ന്. മിണ്ടരുതെന്ന് പറഞ്ഞ മിണ്ടരുത്. എന്താ ദാമോദര ശരിക്കും ഉണ്ടായത്? ആ പെണ്ണ് സ്ഥലം വിട്ട് കളഞ്ഞാ തങ്ങളെ. നിങ്ങൾ കണ്ടോ പോണത്? കണ്ടു, അതല്ലേ കൗണ്ടറിന്റെ മുന്നിൽ കൂടെ ഗമയില്. സാറ് പോയി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ അവളും പോയി. ഞങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങളുടെ എന്തോ അഡ്ജസ്റ്റ്മെന്റ്സ് ആയിരിക്കും എന്നാ. എങ്ങോട്ടായിരിക്കും അവള് പോയിരിക്കുക? അവളിപ്പോ എവിടെയോ എത്തിക്കാണും. പോണതിന് മുമ്പ് കൗണ്ടറിൽ വിളിച്ച ട്രെയിനിന്റെ സമയം ചോദിച്ചു. അത് മാനേജർ പറഞ്ഞു. എപ്പോഴാ ട്രെയിനിന്റെ ടൈം? ട്രെയിനൊക്കെ രാവിലെ പോയില്ലേ. അവൾ ഇറങ്ങുന്ന വണ്ടിയുടെ ടൈമിനാ. നിങ്ങൾ ഈ പറയുന്ന നേരാണോ? ഏത് കോടതിയിൽ വേണേലും ഞാൻ വന്ന് പറയാം. എന്താ പോരെ ചേട്ടത്തിക്ക്? അവൾക്ക് ജീവൻ അപകടം ഒന്നും ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നേ. എന്റെ പിതാവേ. നിങ്ങളിങ്ങ് വാ, പറയട്ടെ. റെയിൽവേ സ്റ്റേഷനിൽ പോയി തപ്പിയാലോ? തപ്പിക്കോ, വിശേഷമൊന്നും ഉണ്ടാവും തോന്നില്ല. ആ പെൺകുട്ടി കള്ളിയാ, എനിക്കത് ആദ്യമേ തോന്നിയതാ.
എന്നിട്ട് അവൻ എന്റെ അടുത്ത് ഇങ്ങനൊരു സംഗതി ഉണ്ടായതിനെ പറ്റി ഒരക്ഷരം മിണ്ടണമല്ലോ. മൂപ്പരാകെ ചളിച്ചിട്ടുണ്ടാവേ. അന്ന് അവൻ എന്നോടൊന്ന് പറയണ്ടായി രാധ ഇഷ്ടായിന്ന്. എന്ന് വെച്ച് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി കളയുന്ന ആര് കരുതി? പ്രാന്തൻ എന്നോട് പറഞ്ഞപ്പോരായിരുന്നോ? പിന്നീട് കക്ഷി രാധയെ പറ്റി എപ്പോഴെങ്കിലും എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ആ, അവനായി അവന്റെ പാടായി. കൃഷിയും തേങ്ങയും വെള്ളം തേവലും കൂലിയും പിശുക്കും ഇടയ്ക്കിടയ്ക്ക് ഓരോ ഗുരുവായി പോക്കും. അവൻ അപ്പോഴാ കഥ മറന്നു കാണും. എന്നാൽ ഇവിടെ ഒരാളുടെ കാര്യം നേരെ മറിച്ചാ. രാധയുടെയോ? ആ, മൂപ്പരെ പറ്റി അവൾ എന്തൊക്കെയോ ധരിച്ചു വെച്ചിരുന്നു. എന്താന്നിപ്പോ അവൾക്ക് തന്നെ അറിയൂ. ഈ സംഭവത്തിന് ശേഷം ഞാനും മാധവേട്ടനും ജയേഷിനെ പറ്റി അവളോട് കുറെ പറഞ്ഞു കൊടുത്തു. ഏതായാലും പെണ്ണിനിപ്പോ ആകെ ഒരു മനസ്താപാ. അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നല. ഇന്നിവിടെ വന്നാ സംസാരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു അവള്. വരാഞ്ഞപ്പോ ആകെ വിഷമായി കാണും. ഇതെന്താ ഞാനിപ്പോ പറയാ? മാലിൻ ചേച്ചി ഒരു കാര്യം ചെയ്യേ, മൂപ്പരോട് വിവരം പറഞ്ഞിട്ട് ജാതകം ഒന്ന് കൊടുത്തേക്ക്. ജാതകം ചേർന്ന ബാക്കി ഞാനേറ്റു. ഭാസ്കരൻ മാമ അക്കാര്യത്തിൽ കടുംപിടുത്തം പിടിക്കും. അറിയാലോ കക്ഷിയെ, അതുകൊണ്ടാ. അങ്ങനെ ഇപ്പൊ കൊടുത്തയക്കാനുള്ളതല്ല എന്റെ ജാതകം. അങ്ങനെ നോക്കിയിട്ട് എനിക്കിപ്പോ ഒരു കല്യാണം വേണ്ട. ഡാ, ഇത് എല്ലായിടത്തും ഉള്ളൊരു ചടങ്ങല്ലേ? അവര് നോക്കട്ടെ. അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഇങ്ങോട്ട് വാങ്ങിപ്പിച്ച് നമുക്ക് ഇവിടെ നോക്കിക്കാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ജാതകം നോക്കാതെ അവൾക്ക് വരാൻ സൗകര്യം ഉണ്ടെങ്കിൽ വന്നാ മതി എന്ന് ഞാനാ പറഞ്ഞെന്ന് അവളോട് നിങ്ങളെന്ന് പറയും. അവൾ ആരാന്ന് വിചാരിച്ചേ? വേണ്ടാത്തൊക്കെ കാണിച്ചു വെച്ചിട്ടു. താനിത് എന്ത് പണിയാൻ ഇഷ്ട കാണിച്ചു കൂട്ടണേ? അന്ന് അവൾക്ക് ഇഷ്ടമല്ലാന്ന് കേട്ട ഉടനെ നാരങ്ങാവെള്ളം കുടിക്കാൻ തുടങ്ങിയത് ഞാനും ഇപ്പോൾ ഉള്ളപ്പോഴാ. അന്നത്തെ വിഷമം ഞാൻ കണ്ടതാ. എന്നിട്ടിപ്പോ അവൾക്ക് ഇഷ്ടമാണെന്നറിയുമ്പോ പിന്നെ ഓരോന്ന് പറഞ്ഞ് ഉടക്കാൻ തുടങ്ങാന്ന് വെച്ചാ തനിക്ക് എന്തിന്റെ കുഴപ്പാ? കുഴപ്പത്തിന്റെ ഒന്നല്ല ഋഷി. ആദ്യമായിട്ട് ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നുക, അതവളോട് പറയുക, അവളതിന് യെസ് എന്നോ നോന്നോ തിരിച്ചറിയുക, ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിലുള്ള തന്നെയാ. എനിക്കറിയാഞ്ഞിട്ടല്ല. പക്ഷെ അതൊക്കെ ഒരു 10-20 വയസ്സിന് മുമ്പായിരിക്കണം. എനിക്കതൊക്കെ അന്നത്തെ നഷ്ടങ്ങളാ. ജസ്റ്റിസ് തമ്പുരാന്റെ മകന് തമ്പുരാൻ തീപ്പെടുന്നവരെ ഒന്നിനും സ്വാതന്ത്ര്യം ഇല്ലായിരുന്നല്ലോ. കൂട്ടത്തിൽ ഇതിനുമൊക്കെ. നമ്മക്ക് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടി നമ്മുടെ മുഖത്ത് നോക്കി എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്ന് പറയാന്ന് വെച്ചാ ഇപ്പൊ അവൾ അങ്ങനെ അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ? വേണ്ട ഋഷി. ഇപ്പൊ അവൾ എന്റെ മനസ്സിലേ ഇല്ല. വീണ്ടും ഒരിക്കൽ ജാതകത്ത് നോക്കാനും ചേരുന്നില്ലെങ്കിൽ വീണ്ടും ഒരു മനപ്രയാസത്തിനും. എന്തിനാ വീണ്ടും ഒരു സ്വൈരക്കേട്? ഞാനാ ഇപ്പൊ ഇതീ കുടുങ്ങിയത്. അവള് പറയുന്നത് അവൾക്കും ജാതകം നോക്കണ്ടെന്നാ. ആ വിവരം ജയേഷിനോട് പറയുന്ന ജോലി മാധവേട്ടനെ ഏൽപ്പിക്കണമെന്നാ. അപ്പൊ ശരിക്കും കുടുങ്ങിയിരിക്കുന്നത് നീയല്ല, ഞാനാ. ഇതെന്താ ഇവൾക്ക് ഇപ്പൊ ഇങ്ങനൊരു വാശി വരാൻ? പ്രധാന കാരണക്കാരൻ മാധവേട്ടൻ തന്നെയാ. നോക്കണ്ട, മാധവേട്ടൻ തന്നെയാ അയാളെപ്പറ്റി അതും ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് എന്തോ ആക്കി വെച്ചത്. ഞാൻ എന്ത് പറഞ്ഞു എന്നാ? അയാൾക്ക് ഈ ടൗണിൽ അയാളുടേതായ ഒരു അണ്ടർവേൾഡ് ഉണ്ട്. അയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കളയും. അതെ, ഞാൻ എങ്ങനെ എന്തെങ്കിലും പ്രൊവോക്കേഷൻ പ്രതീക്ഷിച്ചു? അവളും പ്രൊവക്കേഷൻ ഒന്നും ഇല്ലെന്ന് കണ്ടപ്പോ മുതല് അവള് ജയകൃഷ്ണനെ പറ്റി തിരക്കാൻ തുടങ്ങി. ഫ്രണ്ട്സിനിടയിലും കോളേജിലെ പഴയ സ്റ്റാഫിനോടും പിന്നെ ഈ എന്നോടും. ആ ബസ് ഓണർ ബാബുവിന്റെ നീസൊക്കെ അവളുടെ ക്ലാസ്സിലാണേ. തിരക്കി ചെന്നപ്പോ ഒരുപിടി കഥകള്, അങ്ങോരുടെ നൈറ്റ് ട്രിപ്പുകള്, ഗുരുവായൂർ പോക്കെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ചാടല്, ധാരാളിത്തം, മറ്റുള്ളവരെ വട്ടത്തിലാക്കല്. അതും അവള് കണ്ട മുഖമായിട്ട് ഒരു പൊരുത്തമില്ലെന്ന് കണ്ടപ്പോ മുതല് പെണ്ണിന് ക്യൂരിയോസിറ്റിയായി. അവള് പറയണത് ഇത് രണ്ടും അല്ലാത്തൊരു മുഖം ജയകൃഷ്ണൻ ഉണ്ടാവുന്ന. ഇത് എന്താ ഈ കുട്ടിക്ക്? ജാതകം നോക്കാതെ ചെല്ലാൻ തയ്യാറുണ്ടെങ്കിൽ ചെന്നാ മതിയെന്ന് ജയകൃഷ്ണൻ പറഞ്ഞേച്ചില്ലേ? ആ സ്റ്റേറ്റ്മെന്റ് മൂപ്പത്തി ഇപ്പൊ അങ്ങോരെ കുറിച്ച് ബിൽഡപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഹീറോ ഇമേജിന് പാകം. അല്ല, ഇനിയിപ്പൊ അങ്ങോരും ഒക്കെ പറഞ്ഞാലും അച്ഛനെ ഇതെങ്ങനെ ഒന്ന് കൺവിൻസ് ചെയ്തെടുക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ട്.